ഇന്നെല്ലാരും ഇങ്ങോട്ട് നോക്ക എന്റെ വ്ളോഗ് തുടങ്ങാണ് കേട്ടോ. നോമ്പായോണ്ട് കോമഡി ഇല്ല. ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നപ്പോ രക്ഷണം തിന്നോ? ഇപ്പൊ നോമ്പുകാരനാണ്. അതേമാതിരി എന്തെങ്കിലുമൊക്കെ പറയുങ്ങൾ അതിനാണ് കൂട്ടും നിർത്താൻ മതി. തിന്നില്ലാന്നൊക്കെ പറയാം. അപ്പൊ ആ തന്നെ കുഞ്ഞേന്ന് പറഞ്ഞാൽ മതി. കുഞ്ഞി പിന്നെ നന്നാക്കാനുള്ള ടൈമിൽ ആടേക്കും കൂടി ഉണ്ടാവില്ല തിന്നാല്. അപ്പോൾ മക്കളെ, ഇപ്പം നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മളെ നോമ്പ് തുറക്ക് മേശമേൽ സാധനം എത്തുന്നതിന് മുന്നുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ അടുക്കളയിൽ ചെയ്യാൻ. ആ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മേശന്മേ വെക്കുമ്പോഴുള്ള ആ ഒരു സീന് മാത്രമല്ലേ കാണുള്ളൂ. അതിൻ്റെ പിറകിൽ ഒരുപാട് ആൾക്കാരെ കൈയും കാലും ഒക്കെ പ്രവർത്തിച്ചിട്ടാണല്ലോ മേശന്മേ എത്തുന്നത്. അപ്പം ഞാനും കൂടിയിട്ടുണ്ട് കേട്ടോ. ക്യാമറ ഞാൻ എടുക്കുകയാണെന്നുണ്ട് എന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റൂല. അപ്പം ഞാൻ ക്യാമറ വേറൊരാൾക്ക് കൈമാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഒരു ഡെക്കറേഷൻ്റെ കാര്യത്തിൽ ഞാനും ഇടപെട്ടിട്ടുണ്ട്. നമ്മളെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ പൊരികളൊക്കെ കുറവാണ് കേട്ടോ. തനി ഫുള്ള് ഫ്രൂട്ട്സാണ്. ഫ്രൂട്ട്സും ജ്യൂസും മാത്രമേ ഉള്ളൂ. അപ്പോൾ പൊരികളൊന്നും വേണ്ട, പൊരികളൊക്കെ തടിക്ക് കേടാണെന്നും പറഞ്ഞിട്ട് പൊരികളൊന്നും വാങ്ങിച്ചിട്ടില്ല. അങ്ങനെ നമ്മളെ വലിയൊരു നോമ്പുത്തുറ, വലിയ നോമ്പുത്തുറ എന്നും പറയാം, ചെറിയ നോമ്പുത്തുറ എന്നും പറയാം. പക്ഷേ ഇവിടെ പുറത്തുനിന്ന് ഒരാളെയും വിളിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ മക്കളും നമ്മളെ പേരക്കുട്ടികളും ഞങ്ങളും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഉമ്മയും ഇപ്പയും മക്കളും എല്ലാവരും കൂടിയിട്ട് തന്നെ 34 ആളുണ്ട് കേട്ടോ. പിന്നെ ഗൾഫിലുള്ള മരുമക്കൾ കൂടാതെ ഞങ്ങൾ 34 ആളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയാണ് നോമ്പ് തുറക്കുന്നത്. ഇതിൻ്റെ ചെറിയ ബ്രദറും എൻ്റെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു നോമ്പുതുറ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. 3 സെക്ഷനായിട്ടാണ് കേട്ടോ നമ്മൾ നോമ്പുതുറ ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ചെറിയ മക്കളും, ഒന്ന് പിന്നെ മരുമക്കളും ബാപ്പയും ആങ്ങളാരും, പിന്നെ 2-3 അയൽവാസികളും ഉണ്ട്, പിന്നെ നമ്മൾ പെൺകുട്ടികളും കേട്ടോ. അങ്ങനെ കാരണന്മാരാണ് ഇപ്പോൾ ഈ ഇരിക്കണതൊക്കെ. ഇതിക്ക് എൻ്റെ ഹസ്ബൻഡ് ഇല്ല, ഗൾഫിലാണ്. ഇതാണ് മക്കളെ എൻ്റെ വലിയ അതിലെത്തി കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ അതിലെത്തി ഇതാക്കി. പിന്നെ അതിൻ്റെ താഴെ എൻ്റെ നാട്ടിലാണ് വന്നിട്ടില്ല വരും. പിന്നെ അതിന്റെ താഴെ ഏതാ? അതിന്റെ താഴെ തോറുണ്ടെങ്കിൽ ഇവര് ചോദിച്ചോട്ടെ. ഇതാണ് അതിന്റെ താഴെ. അതിന്റെ താഴെ മറ്റേ എല്ലാരും കൈയൊന്നിച്ചാണ് ഇതായത്. പിന്നെ ക്യാമറമാൻ ഇതാണ് ഏറ്റവും താഴെ. ഇത് നീളം വെക്കണണ്ടാ, ഉയരം കൂട്ടുക. ഇങ്ങോട്ടാ. ഇതാണ് ഇന്റെ ഉമ്മ. ഇമ്മനൊക്കെ ഞാൻ ആദ്യമായിട്ട് കാര്യം ഇങ്ങനെ കാട്ടണേ. വേണ്ടത് അങ്ങനെ ഇനി ഇവിടെ ഒന്നായിട്ടൊന്നും എടുത്തോളാം. ഇതിന്റെ മോള് അറിയില്ല. നേരത്തെ നോക്കിയാളാ ആദ്യമായിട്ട് കാണും. ഇതാണ് ഇവലാണ് കപ്പിൾ. വലിയ ആങ്ങളി വലിയ ചെറിയ ആങ്ങളുടെ പെണ്ണുങ്ങൾ ഇവിടെ ഇല്ല. ആണ് നാത്തൂന്റെ കലാവിരുത്. അതെ, എന്റെ വലിയ നാത്തൂന്റെ കലാവിരുതാണ് കേട്ടോ. ഇത് ഭൂമി ടീച്ചറിന്റെ കലാവിരുത്. ഇതില് കാലം പങ്കിടാ. നല്ല ഉത്സാഹം നോക്കട്ടെ. ബിരിയാണി ചെമ്പ് അങ്ങനല്ല. ഹലോ
അവിടെ വൻപേച്ചൊക്കെ പോയിട്ട് തരും നല്ല ഐഡിയപരമായിട്ട് നോമ്പുതുറക്ക് നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് പാൽവാഴയ്ക്കും ഫ്രൂട്ട്സും സമൂസപ്പൊരിയും മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ജ്യൂസും വെള്ളം. അപ്പോൾ ഇതാ എല്ലാ സാധനങ്ങളും മേശപ്പുറത്തൊക്കെ ഒരുക്കി വെക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ സ്ത്രീകൾക്കാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പുറത്ത് 2 ബാച്ചായിട്ട് ഇട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് വേറെയും വലിയവർക്ക് വേറെയും കേട്ടോ. അങ്ങനെ ഓരോരുത്തരും ഭക്ഷണത്തിന് മുന്നിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ബാങ്ക് കൊടുക്കട്ടെ, ബാങ്ക് കൊടുത്ത് എല്ലാവരും നോമ്പ് തുറക്കും കേട്ടോ. കള്ളം വന്നേ പൊന്നു കട്ടുണ്ടായാലേ കള്ളം മാത്രമല്ല കുറ്റക്കാരൻ, പൊന്നിന് വന്നക്കാരൻ കുറ്റക്കാരൻ. അങ്ങനെ നമ്മളെല്ലാവരും വേങ്ങരക്ക് പോരാനും വേണ്ടിയിട്ട് എൻ്റെ വീട്ടിൽ നിന്നും എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടോ. അവിടെ ചെന്നപ്പോൾ ഓളതാ കട്ടൻ ചായയും നുറുക്കും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇവിടെ വെച്ച് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നുറുക്കും കട്ടൻ ചായയും ഉപ്പിലിട്ട മാങ്ങ. സമയം 11:30 മണി കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ. ബൈ പറഞ്ഞ. ബായ്.